കേരളത്തിലേക്ക് എത്താൻ വൻതുക ആവശ്യപ്പെട്ട കർണാടക സർക്കാർ നിലപാടിനെതിരെ മദനി സുപ്രീം കോടതിയെ സമീപിക്കും. യാത്രാ ചെലവിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുന്നത്. യാത്രാ ചെലവായി 15 ലക്ഷം വേണമെന്നായിരുന്നു ആവശ്യം. എം സന്തോഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്. സൗമ്യ, മകന്റെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അബ്ദുൽ നാസർ മദനിക്ക് സുപ്രീം കോടതി നേരത്തെ അനുമതി നൽകിയിരുന്നു. ഒരാഴ്ച കേരളത്തിൽ താമസിക്കാനുള്ള അനുമതിയാണ് സുപ്രീം കോടതി നൽകിയത്. ഈ വാദം നടക്കുന്ന സാഹചര്യത്തിൽ മദനിയുടെ സുരക്ഷാ ചെലവുകൾ താങ്ങാൻ കഴിയില്ലെന്ന് കർണാടക സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ചിലവുകൾ സ്വന്തം നിലയിൽ വഹിക്കാൻ തയ്യാറാണെന്ന് മദനിയുടെ അഭിഭാഷകൻ അറിയിക്കുകയും ഇത് അംഗീകരിച്ച കോടതി മദനിക്ക് കേരളത്തിലേക്ക് പോകാൻ അനുമതി നൽകുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അതിന് പിന്നാലെയാണ് മദനിയുടെ യാത്ര തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ വലിയ ഒരു തുക ഈ സുരക്ഷാ ചെലവിലേക്കായി വേണമെന്ന ഒരു നിർദ്ദേശം കർണാടക സർക്കാർ മുന്നോട്ട് വെച്ചത്. ഏതാണ്ട് 15 ലക്ഷം രൂപയാണ് ഈ സുരക്ഷാ ആവശ്യങ്ങൾക്കായി മദനി ചിലവഴിക്കേണ്ടി വരിക. കർണാടക സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ഉയർന്ന ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ വിമാന യാത്രാ ചിലവുകൾ ഉൾപ്പെടെയാണ് ഇതിൽ വരുന്നത്. ഇതിനെതിരെയാണ് അബ്ദുൽ നാസർ മദനി വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതായത് താങ്ങാവുന്ന ചിലവ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉൾപ്പെടെ കർണാടക സർക്കാർ അവഗണിക്കുകയായിരുന്നു എന്നുള്ള പരാതിയാണ് അബ്ദുൽ നാസർ മദനിക്കുള്ളത്. ഈ വിഷയങ്ങളാണ് നാളെ ജസ്റ്റിസ് ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന് മുൻപാകെ മദനി അവതരിപ്പിക്കാൻ പോകുന്നത്. സൗമ്യ, ഇതുമായി ബന്ധപ്പെട്ട എങ്ങനെയായിരിക്കും മറ്റ് നിയമപരമായ വിഷയങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വ്യക്തമാക്കുക? സൗമ്യ, നേരത്തെ തന്നെ ഈ കേസിന്റെ ഒരു ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അബ്ദുൽ നാസർ മദനി മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും രോഗബാധിതയായ മാതാവിനെ കാണാനും അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂരുവിലെ വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ കോടതി മദനിക്ക് മാതാവിനെ സന്ദർശിക്കാനുള്ള അനുമതി നൽകി, ഒരാഴ്ച കേരളത്തിൽ തുടരാനുള്ള അനുമതി നൽകി. എന്നാൽ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല. ഇതിനെ തുടർന്നാണ് മദനി സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല വിധി വാങ്ങിക്കുകയും ചെയ്തു. ആദ്യഘട്ടം മുതൽ മദനിയുടെ ഈ കേരളത്തിൽ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കണമെന്ന ആവശ്യത്തെ കർണാടക സർക്കാർ എതിർക്കുകയായിരുന്നു. അതിന് സുപ്രീം കോടതിയിൽ അവർ കാരണമായി ചൂണ്ടിക്കാണിച്ച വിഷയം, മദനി കേരളത്തിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം തന്നെ ഒരുക്കേണ്ടതുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മദനിക്കൊപ്പം കേരളത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു ചിലവ് സംസ്ഥാനത്തിന് വരും എന്നുള്ള ഒരു കാരണമാണ് കർണാടക സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ ഇത് മറികടക്കാനാണ് സുരക്ഷാ ചിലവുകൾ, മദനിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ചിലവുകൾ വഹിക്കാൻ തയ്യാറാണ്, സ്വന്തം നിലയിൽ വഹിക്കാൻ തയ്യാറാണ് എന്നുള്ള തീരുമാനം അഭിഭാഷകൻ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് കോടതി അനുമതി നൽകുകയും ചെയ്തത്. എന്നാൽ ഇത്തരത്തിൽ വലിയൊരു തുക 15 ലക്ഷം രൂപ ഈ യാത്രാ ചെലവുകളും സുരക്ഷാ ചെലവുകളും എല്ലാമായി ഈടാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതോടെയാണ് മദനി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. ഏതായാലും ഈ കാര്യം സുപ്രീം കോടതി പരിശോധിക്കുകയും മദനിയുടെ ഈ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ താങ്ങാൻ കഴിയുന്ന ചിലവിലേക്ക് അല്ലെങ്കിൽ ഈ തുക കുറക്കാനുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകാം. അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകാം. സൗമ്യ, അവിടെ സന്തോഷം, ഒരുപക്ഷെ ഈ ഒരു വിഷയം, അതായത് നമുക്കറിയാം ആവർത്തിച്ച് ഇത്തരത്തിൽ മദനിക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കപ്പെടുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു യാത്രാ ചെലവിന് ഇത്ര ഭീമമായ ഒരു തുക നൽകണമെന്ന ഒരു ആവശ്യം കൂടി വരുന്നത്. സ്വാഭാവികമായും ആ ഒരു വിഷയം തന്നെ വലിയൊരു സംശയത്തിന് നിഴലിലല്ലേ? എന്തുകൊണ്ട് സാധാരണ ഇത്തരം വിഷയങ്ങളിൽ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യാറുള്ളത്? സൗമ്യ, ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. അതായത് മദനിയുടെ യാത്ര തടസ്സപ്പെടുത്തുക, കേരളത്തിലേക്കുള്ള യാത്ര തടസ്സപ്പെടുത്തുക എന്നുള്ള കർണാടക സർക്കാരിന്റെ ഒരു ശ്രമം, അതാണ് ആദ്യഘട്ടം മുതൽ ഈ കേസിൽ നിഴലിക്കുന്നത്. പ്രത്യേകിച്ചും സുപ്രീം കോടതിയിൽ ഈ എതിർപ്പ്, കർണാടക സർക്കാർ പോലും ഇങ്ങനെ ഒരു തിരിച്ചടി അന്ന് സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതായത് സ്വന്തം നിലയിൽ ചിലവ് വഹിക്കാമെന്ന് മദനിയുടെ അഭിഭാഷകൻ പറയുകയും മദനിക്ക് കേരളത്തിൽ പോകാനുള്ള അനുമതി സുപ്രീം കോടതി നൽകുകയും ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ കർണാടക സർക്കാർ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഒരു തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ട സാഹചര്യത്തിലാണ് മറ്റു വഴികളിലൂടെ മദനിയുടെ യാത്ര തടസ്സപ്പെടുത്താനുള്ള ശ്രമം കർണാടക സർക്കാർ ആരംഭിച്ചത്. അതിന്റെ ഭാഗമായാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് വിമാനത്തിൽ യാത്രാക്കൂലി ഉൾപ്പെടുത്തിക്കൊണ്ട് 15 ലക്ഷം രൂപ എന്ന ഭീമമായ തുക മദനി ചിലവാക്കേണ്ടി വരും എന്ന് കർണാടക സർക്കാർ അറിയിച്ചത്. അത് സ്വാഭാവികമായും മദനിയുടെ യാത്ര തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ വിഷയം നിയമ പോരാട്ടത്തിലേക്ക് വരുന്നത്. നാളെ അടിയന്തരമായി ഈ വിഷയം പരിഗണിക്കണം എന്നാണ് മദനി സുപ്രീം കോടതിയോട് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്.
എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ ഭീമമായ യാത്രാ ചെലവ് 15 ലക്ഷം നൽകണം എന്ന ഈ ഒരു ആവശ്യത്തിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ മദനി സമീപിക്കാൻ ഒരുങ്ങുന്നത്. അതിനിടെ PDP നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണും. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തുന്നതിനുള്ള ചെലവ് മദനി സ്വയം നിർവഹിക്കണം എന്ന കോടതിയുടെ ഉത്തരവ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഒപ്പം തന്നെ ഈ ഒരു ആവശ്യവും 15 ലക്ഷം നൽകണമെന്ന ഒരു ആവശ്യവും കൂടി മുഖ്യമന്ത്രിയെ അറിയിക്കും. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ആവർത്തിച്ച് ഈ വിധത്തിൽ മദനിയെ നാട്ടിലേക്ക് അയക്കാൻ, അതായത് മകന്റെ വിവാഹത്തിന് പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ എപ്പോഴാണ് PDP നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണുക? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുക? PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുടെ യാത്ര, കേരളത്തിലേക്കുള്ള യാത്ര പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് PDP നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുക. ഇപ്പോൾ PDP നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ മുഖ്യമന്ത്രിയെ കാണും. 17 വർഷമായി ഇപ്പോൾ വിചാരണ തടവുകാരനായി കോയമ്പത്തൂർ ജയിലിലും ബാംഗ്ലൂർ ജയിലിലുമായി മദനി കഴിയുകയാണ്. നീണ്ട നിയമ പോരാട്ടങ്ങളും നടത്തിയിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ വൃദ്ധരായ മാതാപിതാക്കളെ കാണുന്നതിനും വേണ്ടിയാണ് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചത്. ഈ മാസം 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകി കേരളത്തിലേക്ക് പോകാൻ സുപ്രീം കോടതി അനുമതി നൽകിയത്. എന്നാൽ യാത്രാ ചെലവിലേക്കായി ഏതാണ്ട് 15 ലക്ഷം രൂപ കെട്ടിവെക്കണം എന്നുള്ള നിർദ്ദേശമാണ് കർണാടക സർക്കാർ മുന്നോട്ട് വച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത്രയും പണം മുടക്കി കേരളത്തിലേക്ക് എത്തുക അസാധ്യം എന്നാണ് അദ്ദേഹവും ബന്ധുക്കളും ചൂണ്ടിക്കാട്ടുന്നത്. അത് മദനിയോടൊപ്പം കേരളത്തിലേക്ക് എത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചെലവാണ് 15 ലക്ഷം രൂപ. ഇതിൽ GST ഇനത്തിൽ 2.25 ലക്ഷം രൂപയും വരുന്നുണ്ട്. ഈ ഇത്രയും തുക മുടക്കി കേരളത്തിലേക്ക് വരേണ്ടതില്ല എന്നാണ് ഇപ്പോൾ മദനി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ മുഖ്യമന്ത്രിയെ കാണാൻ PDP വർക്കിംഗ് ചെയർമാൻ പൂന്തറ സിറാജ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം അവർ കാണും. അതായത് അവരുടെ ആവശ്യം ഇതാണ്: കേരളത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ സുരക്ഷ 1-2 കർണാടക പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കുക, ബാക്കിയുള്ള സുരക്ഷ കേരള സർക്കാർ നൽകണം എന്ന ഒരു ആവശ്യമാണ് ഇവർ മുഖ്യമന്ത്രിയെ കണ്ട് അഭ്യർത്ഥിക്കുക എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അല്പസമയത്തിനകം അവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ദിനകറാണ് വിവരങ്ങൾ നൽകിയത്.